ഹായ് ഫ്രണ്ട്സ്, AnjuNNivi വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ സ്പൈസി ഐറ്റംസ് ആണ്. നമുക്ക് സ്വീറ്റ് ആകാം. കിറ്റ്കാറ്റ് ഷേക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കിറ്റ്കാറ്റ് ഷേക്ക്. കിറ്റ്കാറ്റ് ഷേക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: കിറ്റ്കാറ്റ്, പാലെടുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. പിന്നെ വാനില ഐസ്ക്രീം, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര, ബദാം. ഒരു 6-7 പീസ് അണ്ടിപ്പരിപ്പും ബദാമുമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ജസ്റ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ കിറ്റ്കാറ്റ് ഉണ്ടല്ലോ, ആ കിറ്റ്കാറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് വെക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് വാനില ഐസ്ക്രീമാണ്. ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ കയ്യിൽ വാനില അവൈലബിൾ ആയതുകൊണ്ട് അത് എടുത്തു എന്ന് മാത്രം. ഇത്രയും മതി. ബാക്കിയുള്ള പീസ് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ചേർത്തു, ബദാം ചേർത്തു. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കിറ്റ്കാറ്റ് കൂടി ചേർക്കാം. 2 ഗ്ലാസ് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കൂട്ടിയും കുറച്ചൊക്കെ ഉപയോഗിക്കാം. ഓൾറെഡി നമ്മൾ ഐസ്ക്രീമും ചേർക്കുന്നുണ്ട്, കിറ്റ്കാറ്റും. രണ്ടും മധുരമുള്ള സാധനമാണ്. സോ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്താൽ മതി. 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്തു. ഈ പാലാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലുണ്ട്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇതൊന്ന് അടിച്ചെടുക്കാം. നിങ്ങൾക്ക് ഒരു പേരിടാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ബ്രെഡ് റെസിപ്പിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മീ ടു മൈസെൽഫ് എന്ന് പറയുന്നവർ ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ സജസ്റ്റ് ചെയ്ത പേര് ബ്രെഡ് ചീസ് റിങ് എന്നാണ്. നമ്മളത് ഷേക്ക് അടിഞ്ഞിട്ടില്ല, ഒന്നുകൂടെ അടിച്ചോട്ടെ. പേര് കൊള്ളാം, എനിക്കിഷ്ടമായി. അപ്പം ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം അത് നല്ലൊരു പേര് നോക്കിയിട്ട്, ബെറ്ററായിട്ടൊരു പേര് നോക്കിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങളുടെ ഇത്രയും നല്ല എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ളൊരു പ്രോത്സാഹനം ഉണ്ടാവുക. നിങ്ങളുടെ കമൻസാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത്രയും മതി. ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാൻ. പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ലുക്ക് വേണമല്ലോ. ഇത് മാത്രമാകുമ്പോൾ ഒരു ലുക്ക് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് നിങ്ങൾ പറയാം. അപ്പം ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഐസ്ക്രീം തന്നെ ആഡ് ചെയ്യാണ്. ജസ്റ്റ് ഒരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം വെച്ചിട്ട് കിറ്റ്കാറ്റ് വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലി സർക്കിളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ആരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അതിലൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കിറ്റ്കാറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.